കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ ഒരു കഴിഞ്ഞ വർഷം ആഗസ്റ്റിലൊക്കെ ഞാൻ 2 വീഡിയോ ചെയ്തിരുന്നു ഓണത്തെ പറ്റി. നമ്മളിപ്പോൾ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പോൾ ഓണം എങ്ങനെയാണ് ദൈവവിശ്വാസികൾക്ക് എന്നുള്ളതിനെ പറ്റി 2 പ്രാവശ്യം ഞാൻ ചെയ്തു. ബൈബിൾ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും എനിക്ക് ബൈബിളാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ എന്നാൽ എന്ത് എന്നുള്ളൊരു 12-14 എപ്പിസോഡായിട്ട് ഞാൻ ചെയ്തു. 3/4 മണിക്കൂർ വീതമുള്ളത്. അതായത് ബൈബിളിനെ പരിചയപ്പെടുത്തുക, ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട്, നമ്മൾ എന്ത് പറയുകയോ എന്ത് ചിന്തിക്കുന്നോ പറയുന്നോ പ്രവർത്തിക്കുന്നോ അതെല്ലാം ബൈബിളുമായിട്ടുള്ള യുക്തിയായിരിക്കണം, ബൈബിളിൻ്റെ യുക്തിക്ക് നിരക്കുന്നതായിരിക്കണം. അല്ലാത്തത് പാടില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചിട്ട് എന്ത് കാര്യം? ക്രിസ്തീയത സ്വീകരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പൗലോസ്ലീഹ പറയുന്ന പോലെ എല്ലാം ഉപേക്ഷിച്ചിട്ട്, മറ്റുള്ള ഇതുവരെ ഉണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മളിവിടെ വന്നതാണ്. അപ്പോൾ അങ്ങനെ ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ട് കഴിഞ്ഞു നമ്മൾ. പിന്നെ അതിനെപ്പറ്റി ആവശ്യമില്ല. അപ്പോൾ ഞാൻ അത് 2 പ്രാവശ്യം ചെയ്തു. എനിക്കതിന് മറുപടി എന്നോണം വൈദികരും ഒക്കെ ചിലരൊക്കെ ആളുകൾ സ്വാധീനിച്ച്, വൈദികരെയൊക്കെ സ്വാധീനിച്ച് കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ ആരെയും സ്വാധീനിച്ചൊന്നും ചെയ്യുന്ന കാര്യമില്ല. കാരണം ദൈവാത്മാവും ഞാനുമായിട്ടുള്ള ഇടപാടാണിതൊക്കെ. അതുകൊണ്ട് എനിക്ക് ആരെയും സ്വാധീനിച്ചിട്ട് കാര്യമില്ല. എത്ര ആത്മീയരംഗത്ത് ഉന്നതരായവരെയൊക്കെ നമ്മുടെ മുകളിലുള്ള വൈദികർ മുതൽ അങ്ങോട്ടുള്ളത് എല്ലാം നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. മറ്റുള്ളവരെ ആദരിക്കണം, ബഹുമാനിക്കണം. എല്ലാം അത് എനിക്കറിയാം. അങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് 2 പക്ഷമൊന്നുമില്ല. അത് അത്യാവശ്യമാണ്. പക്ഷേ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം. തെറ്റ് ശരിയാണെന്ന് പറയുന്നിടത്ത് അത് ശരിയല്ല, തെറ്റാണ്, ശരിയാണ് എന്ന് പറയാൻ ആരെങ്കിലും ഒന്ന് വേണം. അതേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് 3ാമത്തെ വീഡിയോ. 1 വർഷം കഴിഞ്ഞു. ഇപ്പം 3ാമത്തെ വീഡിയോ ചെയ്യുകയാണ് ഓണം ആഘോഷത്തെ പറ്റി. അപ്പോൾ ഞാൻ അതിന് മുൻപ് പറയുന്ന മറ്റ് ഇതര ഉത്സവങ്ങളെ പറ്റിയും പറഞ്ഞിരുന്നു. ഓണം ആഘോഷം ക്രിസ്ത്യാനിക്ക് പാടുണ്ട്. ക്രിസ്ത്യാനിക്ക് ചെയ്യാം, ആഘോഷിക്കാം. പക്ഷേ ഞാനിത് പറഞ്ഞപ്പോൾ ഈ പ്രാവശ്യം ഒന്ന് ചെയ്ത് 4ാമത്തെ വീഡിയോ. അപ്പോൾ ചില അച്ഛൻ വൈദികരോടൊക്കെ, ബഹുമാനപ്പെട്ട വൈദികരോടൊക്കെ ചിലർ ആവശ്യപ്പെട്ടു, ചെറുപ്പക്കാരൊക്കെ ആയിരിക്കണം, യുവാക്കളൊക്കെ ആയിരിക്കണം, ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കണം, ഞങ്ങൾക്കൊരു വീഡിയോ ചെയ്യണം, ഞങ്ങളെ അനുകൂലിച്ച് ചെയ്യണമെന്ന്. അപ്പോൾ അച്ഛനങ്ങ് സംബന്ധിച്ച് മലബാർ റീത്തിലെ അച്ഛനാണ്. പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ പള്ളിയിലെ ഗ്രൂപ്പിൽ, ഞാൻ മലങ്കര കത്തോലിക്ക സഭയിലെ അംഗമാണ്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ ഗ്രൂപ്പിലൊക്കെ അത് ഇട്ടിരുന്നു പലരും. ഓണം ആഘോഷിക്കാൻ ഞാൻ പറഞ്ഞതിനൊക്കെ വിരുദ്ധമായിട്ട്, എതിരായിട്ട്. അതുകൊണ്ട് കാര്യമില്ല. അച്ഛൻ പറഞ്ഞു, ഞങ്ങൾക്ക് അച്ഛൻ ലൈസൻസ് തന്നു കഴിഞ്ഞു. അച്ഛനേക്കാളും വലിയ ആളല്ലല്ലോ ഞാൻ. ശരിയാണ്, അതൊരു ഉന്നത പദവിയാണ് വൈദികൻ. ഞാൻ അങ്ങനെയാണ് മാനിക്കുന്നത്. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞത് ഞാൻ കേട്ടു. അതായത് ഓണം നമുക്ക് ആഘോഷിക്കാം, അച്ഛൻ്റെ വർത്തമാനമാണ്. അത് പള്ളിയിലും ആകാം, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് കഴിഞ്ഞ വർഷം ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഒരു ലിൻസ് അച്ഛൻ എന്ന് പറയുന്ന മലബാർ റീത്തിലെയാണ്. അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ കണ്ടിട്ടായിരിക്കും, കുറേ കോലാഹലങ്ങൾ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു നമുക്ക് ആഘോഷിക്കാം. 2ാം വത്തിക്കാൻ ഡിഗ്രി അനുസരിച്ച്, നമ്മുടെ മാർഗ്ഗരേഖ അനുസരിച്ച് അതിനൊക്കെ അനുവദിക്കുന്നുണ്ട്. പുള്ളി അത് ചിന്തിക്കാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ബഹുമാനത്തോടാണ് ഞാൻ അന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അത് വളരെ ബഹുമാനത്തോടെ തന്നെ പുള്ളി ചിന്തിക്കുന്നില്ല. എന്താണ് അദ്ദേഹത്തെ സ്വാധീനിച്ചതെന്ന് എനിക്കറിയുള്ളൂ. അങ്ങനെയൊന്നും വത്തിക്കാൻ കൗൺസിലില്ല, കൗൺസിൽ മാർഗ്ഗരേഖയിലില്ല. അപ്പം പിന്നെ അടുത്തത് പിന്നെ ഒരു ജിസൺ പോൾ അച്ഛനെ ഞാൻ വളരെ സ്നേഹത്തോടെ ആദരിക്കുകയാണ്. ഒരുപാട് പ്രഘോഷകനാണ്, നല്ലൊരു അച്ഛനാണ്. അപ്പം അച്ഛൻ പറയും നമുക്ക് ആ ഓണം ആഘോഷിക്കാം. പക്ഷേ അച്ഛൻ ഒരു സത്യം പറയും, പള്ളിയിൽ ചെയ്യല്ലേ. കഴിഞ്ഞ വർഷത്തെ കാര്യം, പള്ളിയിൽ ഇത് പാടില്ല. നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റി ആഘോഷിച്ചു, അവരവരുടെ വീടുകളിൽ ആഘോഷിക്കും. ഞാനും ഇപ്പം പറയുന്ന ഓണം ആഘോഷിക്കാം, അവരവരുടെ വീടുകളിൽ ആഘോഷിക്കാം. അപ്പം ഞങ്ങൾക്ക് അച്ഛന്മാർ ഇങ്ങനെയുള്ള ഓരോ ലൈസൻസ് കൊടുത്തപ്പോൾ ഞങ്ങളുടെ ആളുകൾ ദീപാവലി വരെ വന്നു. കേൾക്കണം, ദീപാവലി ആശംസകൾ
എല്ലാവർക്കും ആശംസകൾ നേർന്നു അതുവരെ ഇന്ന്. ഇപ്പോൾ ഓണം ആശംസകൾ ഫിലിപ്പിയർ 4:21 പറയുന്നുണ്ട്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ അഭിവാദ്യം ചെയ്യുമ്പോഴും ആശംസ നേരുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ ആശംസ അർപ്പിക്കുക, അഭിവാദ്യം ചെയ്യുക. എല്ലാം മറ്റുള്ളവരെ കാണുമ്പോഴല്ല, നമ്മളെ സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ ക്രിസ്തു മതം സ്വീകരിച്ചവരെ, ക്രിസ്ത്യാനികളെ. മറ്റുള്ളവർക്ക് ഇപ്പോൾ ഓണാശംസകൾ അവരോട് നമുക്ക് പറയാം. ഞാൻ ആരോടും പറയാം. എനിക്ക് ഒരുപാട് ഓണാശംസകളൊക്കെ മെസ്സേജുകളൊക്കെ വന്നു ചെയ്തു. ഞാൻ മറുപടി കൊടുത്തു. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവിധമായ നന്മകളും നേരുന്നു. ഇത്രയും മതി. പിന്നെ അടുത്തത്, അപ്പോൾ നമ്മൾ ദീപാവലി ആശംസകൾ, അതിനൊക്കെ ഞാൻ ഒന്നും പറയില്ല. നമ്മുടെ പള്ളിയിൽ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസകളൊക്കെ നേരുന്നത് കണ്ടു. എന്നോട് ദീപാവലി ആശംസകൾ ഞാൻ ചിരിച്ചും കൊണ്ട് കൈ അങ്ങ് പോകാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഓണം ഇങ്ങനെ ആഘോഷിക്കാൻ പറയുമ്പോൾ ദീപാവലിയായി, നാളെ ശ്രീകൃഷ്ണ ജയന്തിയായി, മറ്റുള്ളത് ഓരോന്നായി. നമ്മളവരെ ആരെയും അപമാനിക്കാനോ അത് അവർക്ക് നീരസമുണ്ടാക്കുന്ന വിധത്തിലോ സംസാരിക്കാനോ എടുക്കാനോ ഇടപാടില്ല. മറ്റ് മതസ്ഥരോട് നമ്മൾക്ക് അധികാരമില്ല. നമ്മളെ അത് സഭയിൽ അത് വിലക്കുന്നുണ്ട്. അതൊക്കെയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ മാർഗരേഖയായിട്ട് പറഞ്ഞിട്ട് നമ്മളോട്ട് അന്യ മതസ്ഥരുമായിട്ട് ഇടപെടുന്ന കാര്യങ്ങളിൽ നമ്മൾക്ക് അധികാരമില്ല. അതുകൊണ്ട് നമ്മളത് പറയാൻ പാടില്ല. അവർ ഇങ്ങനെയുള്ള ഓണാഘോഷങ്ങളിൽ അവർ നമ്മളെ സദ്യ കഴിക്കാൻ വിളിക്കുന്നു. അവരുടെ ഭവനങ്ങളിൽ പോകാം, ധൈര്യമായിട്ട് പോകാം, കഴിക്കാം. വിഗ്രഹത്തിനർപ്പിച്ചതൊന്നും കഴിക്കരുത്. അവിടെ ഓണത്തിനും വിഗ്രഹത്തിനൊന്നും അർപ്പിക്കുന്നില്ല അവരാരും, ഒന്നുമില്ല. അതെനിക്ക് ഭംഗിയായിട്ട് അറിയാം. ഇനി നമ്മുടെ ഭവനത്തിൽ അവരെ സ്വീകരിക്കുക, തീർച്ചയായിട്ടും നമുക്ക് വിളിക്കാം. അവർ വരുമെങ്കിൽ നമ്മുടെ ഭവനത്തിലെ ആഹാരവും കഴിക്കാം ഓണത്തിന്. മറ്റുള്ള അതിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഓണത്തിൻ്റെ കാര്യം. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞത് പള്ളിയിലും ആകാമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ പറഞ്ഞതിൻ്റെ ഔചിത്യം എന്തോ ആണെന്ന് എനിക്കറിയുള്ള. അച്ഛനോട് തന്നെ ചോദിക്കും. എനിക്ക് ഏതാ അച്ഛനെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. എനിക്കും ആ വീഡിയോ എൻ്റെ ഫോണിലും കണ്ടുകൊണ്ട്, പള്ളിയുടെ ഗ്രൂപ്പിൽ കണ്ടുകൊണ്ട് ഞാനും നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെ പറയും. ഇനി ആരായാലും ഈ വീഡിയോകൾ കാണുന്നവർ ഒക്കെ ആ അച്ഛനെയും കൂടെ ഒന്ന് എത്തിച്ചെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് മറുപടി ഇത് ആവശ്യമുണ്ട്. പിന്നെ ഞങ്ങളെ കുറച്ച് അച്ഛന്മാർ അത് ഇങ്ങനെ ജീവവൈദികർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്യുകയാണ്. അവർക്ക് ഇത് തന്നെയാണ് ശരി എന്നുള്ള. ആരെങ്കിലും ഒരച്ഛൻ അവരെക്കാൾ അല്പം വയസ്സുള്ള ഒരച്ഛന്, ഇച്ചിരിയുടെ സീനിയറായിട്ടുള്ള ഒരാൾ, 5 വർഷം സീനിയറായിട്ടുള്ള ഒരാൾ പറയുകയാണെങ്കിൽ അത് പിന്നെ മുഴുവനും ശരിയാണ്, അക്ഷരം പ്രതി ശരിയാണ്. അപ്പം ഞാനെന്ന് പറയുമ്പോൾ ഞാനൊരു അൽമായനാണ്, ഒരു ലേമാൻ പറയുന്നത് അങ്ങനെ ശരിയാകത്തില്ല. അതിനേക്കാളും വലുതല്ലേ വൈദികൻ. അതുകൊണ്ട് അപ്പോൾ ഈ പൊതുവായ ആഘോഷങ്ങളെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ബഹുമാനപ്പെട്ട വൈദികർ പരാമർശിക്കുമ്പോൾ ബൈബിൾ സംബന്ധിയായ അല്പം വിവേകം കാണിക്കണം, അല്ലെങ്കിൽ തെറ്റാണ്. അതുകൊണ്ടാണ് ദീപാവലി ആശംസകളൊക്കെ വന്നത്. പറഞ്ഞാൽ അതിലും ന്യായമൊക്കെ അടിച്ചു വിടാം. നമുക്ക് ക്രിസ്ത്യാനികളുടെ ദീപാവലി വെളിച്ചമാണ്, വിളക്കാണ് വെളിച്ചമാണ്, അങ്ങനെയൊക്കെ അടിച്ചു വിടാം. പക്ഷേ തെറ്റാണ് കേട്ടോ, ചുമ്മാ സാത്താൻ്റെ പ്രബോധനമാണ്. അതൊക്കെ അങ്ങ് സ്വീകരിക്കരുത്. എനിക്ക് പറയാനുള്ളത്, എനിക്ക് ആരുടെയും മുഖം നോക്കി ആരെയും പ്രീതിപ്പെടുത്തിയൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. എനിക്ക് ആരുടെയും ഒരു പ്രീതി ഇതുവരെ കിട്ടിയിട്ടുമില്ല. ഞാൻ ദൈവത്തിൻ്റെ പ്രീതിക്കും ദൈവാത്മാവിൻ്റെ പ്രീതിക്കും വേണ്ടി പാത്രമാകണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എപ്പോഴും ഒരു ദിവസം പല പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ എൻ്റെ വിചാരങ്ങളും വാക്കുകളും പ്രവർത്തികളും എല്ലാം അങ്ങനെ ആയിരിക്കണമെന്നാണ്. അപ്പം ഇത് കേട്ടുകൊണ്ട് എന്ത് ചെയ്തു ആളുകൾ, ഈ അച്ഛന്മാരിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടുകൊണ്ടാണ് പറയുന്നത്. ഞങ്ങളുടെ പള്ളിയിലാണെങ്കിൽ ആനവാതിലിൽ തന്നെ, പള്ളിയുടെ പ്രധാന വാതിലിൽ തന്നെ കൊണ്ടുവന്ന് അത്തപ്പൂ കൊണ്ടിട്ട്, അതിന് അത്തപ്പൂ ഇനി വേറെ ഏത് പൂക്കളമെന്ന്, വെറും പൂക്കളമെന്ന് പറഞ്ഞാലും അത്തപ്പൂ തന്നെയാണ്. അതിൻ്റെ പേര് അത്തപ്പൂ. ആരെ വിളിച്ച് കാണിച്ചാലും, ആരോട് ചോദിച്ചാൽ ഇത് അത്തപ്പൂവാന്ന് പറയും, അത്തപ്പൂക്കളമാണെന്ന് പറയും. എന്നാൽ മറ്റു ദിവസങ്ങളില്ലല്ലോ. പരിശുദ്ധ ദേവിമാതാവിൻ്റെ തിരുനാളുകളൊക്കെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊന്നുമില്ലല്ലോ. അപ്പം പിന്നെ ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കുമ്പോഴെന്തുവാണ് അത് അത്തപ്പൂവല്ലാതെ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനെ
ചുമ്മാതങ്ങ് പറയുകയല്ല. ആധികാരിക എനിക്കത് പറയാനുള്ള അർഹത എനിക്കുമുണ്ട്. ഞാനും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ്, ചിന്തിച്ചിട്ടാണ്, വിചിന്തനം ചെയ്തിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഈ ബൈബിളിലെ അച്ഛന്മാർ ഇതൊക്കെ വായിച്ചിട്ടതാണ് ലക്ഷ്യോ ദിവ്യന എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ അർത്ഥം നമ്മൾ വായിക്കുന്നത് ഒന്ന് 5 വായിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റെങ്കിലും ഒരു വിചിന്തനം നടത്തണം സ്വന്തമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ. എന്നിട്ട് വേണം ദിവസവും എപ്പോഴും ബൈബിൾ വായിക്കുമ്പോഴൊക്കെ അതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഈ തെറ്റുകളൊക്കെ മനസ്സിലാകും. അപ്പം ഞങ്ങളുടെ പള്ളിയിലാണ് ഞാൻ ഉദാഹരണം പറയുകയാണ്, ഇനി അവർ എന്നോട് വിരോധിച്ചാലും സാരമില്ല. അതുപോലെ തന്നെ അങ്ങോട്ട് കയറാനുള്ള വഴി ഇല്ലാത്ത വിധത്തിൽ തന്നെ അവർ സൈഡിൽ കൂടിയൊക്കെ വശങ്ങളിൽ കൂടിയൊക്കെ കയറിക്കോണം. അപ്പോൾ അടഞ്ഞും കൊണ്ടാണ് അത്തപ്പൂ ഇട്ടിരിക്കുന്നത്, അത്തപ്പൂക്കളം. എന്തിനാണ് ഈ അത്തപ്പൂക്കളം? നമുക്കെന്തുവാണ് ക്രിസ്ത്യാനിയായിട്ടുള്ള ബന്ധം? എന്താണ് നമുക്ക് നാളും കാലവും സമയവും ഋതുക്കളും അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ആരാ? ദൈവം തന്നെയാണ്, ദൈവം സൃഷ്ടിച്ചതാണ്, ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അതിനെ എന്തിനാണ് നമ്മൾ ആരാധിക്കുന്നത്? ഇനി അത്തവും അങ്ങനെയുള്ള നാളുകളും 28 നാളുകളും അതൊക്കെ ഏതാണ്? ഓരോരോ സൃഷ്ട വസ്തുക്കളെ, ജീവികളെ അതിനുവേണ്ടി അവർ ക്രമീകരിച്ചിരിക്കുകയാണ് ഓരോ ദിവസത്തിനും. അതിനെയാണ് ആരാധിക്കുന്നത്, ആദരിക്കുന്നത് അല്ലേ? അത് ദൈവാലയത്തിൽ ദൈവത്തിന് മുൻപിൽ, ദൈവത്തിൻ്റെ മുൻപിൽ തന്നെ, പുറത്തെങ്ങുമല്ല, ദൈവത്തിൻ്റെ മുൻപിൽ തന്നെ അതിട്ടുകൊണ്ട്. ഞങ്ങൾക്ക് സുവിശേഷകരുമൊക്കെ ഉണ്ട് പള്ളിയിൽ തന്നെ. അവർക്കാർക്കും ഉണ്ടാവില്ല. പ്രീതിയാണ് ആവശ്യം, പ്രീതി, എല്ലാവരുടെയും പ്രീതി. എനിക്ക് അങ്ങനെയുള്ള ആവശ്യങ്ങൾ ആരുടെയും പ്രീതിയില്ല. ദൈവത്തിൽ നിന്നിൻ്റെ പ്രീതിയിൽ നിന്ന് ഞാൻ അകന്നു പോകാൻ പാടില്ല. ദൈവാത്മാവിൻ്റെ പ്രീതി എൻ്റെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് എൻ്റെ പ്രാർത്ഥന, ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ ദൈവാലയ വാതിൽ എന്താണ് എന്ന് ഇവർക്കാർക്കും മനസ്സിലാകുന്നില്ല. ദൈവാലയത്തിൻ്റെ വാതിൽ എന്തുവാണ്? സൃഷ്ടവസ്തുക്കളെ പ്രതിഷ്ഠിക്കാനാണോ? ആണോ? അല്ല. സൃഷ്ടവസ്തുക്കളെ പ്രതിഷ്ഠിക്കാനായിട്ട് അവിടെ ദൈവാലയത്തിൻ്റെ വാതിൽ അവിടെ വെച്ചിട്ടില്ല, തുറന്ന് അവിടെ സൃഷ്ടവസ്തുക്കളെ പ്രതിഷ്ഠിക്കാനായിട്ടൊന്നുമില്ല. ദൈവത്തിൻ്റെ കരവേലയായ ജീവി, ഞാൻ പറഞ്ഞല്ലോ, ഈ അത്തം എന്നൊക്കെ പറയുമ്പോൾ ഇതിക്കനക്ക് നാളുകൾ 28 നാളുകളും അത് ഓരോ ജീവികളുടെയും വസ്തുക്കളുടെയൊക്കെ സങ്കല്പത്തിലുണ്ടാക്കിയിട്ടിരിക്കുന്നതാണ്, അതിൻ്റെ സ്വഭാവത്തിലും സവിശേഷതകളിലുമൊക്കെ. അത് അങ്ങനെയുള്ള ദൈവത്തിൻ്റെ സൃഷ്ടവസ്തുക്കളെ ആദരിക്കാനും ആരാധിക്കാനും അല്ല ദൈവാലയം. അതിന് ദൈവാലയത്തിൻ്റെ ആ പ്രധാന കവാടം അതിനുള്ളതല്ല. ദൈവത്തെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ അത് ഏതാണ്? ആ ജീവികളുടെ പേരിലുള്ളതാകുമ്പോൾ അത് വിഗ്രഹ ആരാധന തന്നെയാണ്. അതിനൊരു മാറ്റവും ഇല്ല. 100% അങ്ങനെ തന്നെയാണ്. 100 ആവർത്തി അത് പറയാം, ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഇതിനൊന്നും ഒരു സംശയമില്ല. ഇസ്രായേൽ ജനം പണ്ട് ഈജിപ്തിലായിരുന്നപ്പോൾ ഈജിപ്തുകാരോടൊപ്പം അവർ കാളയും കുതിരയും ഒക്കെ എടുക്കാനും അങ്ങനെ കെട്ടുകാഴ്ചകളൊക്കെ എടുക്കാനും തുള്ളിക്കാനും ഒക്കെ അവർക്കൊരു ഉത്സാഹം ഉണ്ടായിരുന്നു, ഒരു രസമുണ്ടായിരുന്നു. അതിൽ ഒരു ലഹരിയായിരുന്നു അവർക്ക്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്ത് സീനായി മലയുടെ അടിവാരത്തിലെത്തിയപ്പോൾ ദൈവം അവരെ മോചിപ്പിച്ച് ഈജിപ്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ അവിടെയും മോശയെ കാണാതെ 40 ദിവസം കുറച്ച് നാളായിട്ട് കാണുന്നില്ല. അപ്പോഴെന്ത് ചെയ്തു? അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി. അവരെ നയിക്കാൻ മോശയെ ഏൽപ്പിച്ചിട്ട് പോയ ആൾ, നമ്മളെ വൈദികരെ നമ്മളെ ഏൽപ്പിക്കുന്ന പോലെ ആരായിരുന്നു? അഹ്റോൻ. 32-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എല്ലാവരുടെയും സ്വർണ്ണാഭരണങ്ങളൊക്കെ എല്ലാവരുടെയും വാങ്ങിച്ചിട്ട് 3-ാം വാക്യം, ജനം തങ്ങളുടെ കാതുകളിൽ സ്വർണ്ണവളയങ്ങളൊക്കെ ഊരി അഹ്റോൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. 4-ാം വാക്യം, അവൻ അവ വാങ്ങി മൂശയിൽ ഉരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, ഇസ്രായേലേ, ഇതാ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ദേവന്മാരാ കാളക്കുട്ടികൾ. അത് കണ്ടപ്പോൾ അഹ്റോന് രസമായി. കാരണം ഇതെല്ലാം വെച്ചല്ലേ ജീവിച്ചത്. അപ്പോൾ ആ അനുഭൂതി അവരിൽ, ആ ഒരു രസം അവരിൽ അപ്പോൾ പെട്ടെന്ന് അതും മുളച്ച് പൊങ്ങി. അതിൻ്റെ തീവ്രാവസ്ഥയിലെത്തി. അവൻ വിളിച്ചു പറഞ്ഞു, നാളെ അവിടെ ഒരു ബലിപീഠം പണിത് കാളക്കുട്ടിയുടെ മുൻപിൽ. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ കർത്താവ് ഇതാണ്, കർത്താവിൻ്റെ ഉത്സവ ദിനമായിരിക്കും നാളെ. എന്നിട്ട് പിറ്റേന്ന് അവർ എല്ലാവരും അതിരാവിലെ എഴുന്നേറ്റ് യാഗങ്ങളൊക്കെ അർപ്പിച്ചു. ദഹന യാഗങ്ങൾ, അന്ത്യജന യാഗങ്ങൾ,
ജനം തീനും കുടിയും കഴിഞ്ഞ് വിനോദങ്ങളിൽ ഏർപ്പെട്ടു. അപ്പോൾ അഹ്റോനാ ചെയ്തത്, അവരെ നയിക്കാനായിട്ട് തൽക്കാലം മോശയ്ക്ക് പകരം അവരെ കാത്തു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്. നമ്മളെ അവിടെ വൈദികരെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ അഭിവന്ധ്യ പിതാക്കന്മാരും കർത്താവും ഒക്കെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ദൈവം ഒക്കെ നമ്മളെ അവർക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരാണ് പറയുന്നത്, നിങ്ങൾ ഇതൊക്കെ അങ്ങ് ചെയ്തോ, കുഴപ്പമില്ല, സില്ലി അതിലൊരു പ്രോബ്ലവും ഇല്ല, ഇതിനൊക്കെ അങ്ങ് ചെയ്തു, അതിന് കുഴപ്പമൊന്നുമില്ലെന്ന്. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ പള്ളിയിലും ചെയ്യാം. അപ്പോൾ ഇവിടെ 32 അധ്യായത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അഹ്റോൻ അവിടെ ചെയ്തു. അവരുടെ ആ രസം, അവരുടെ ആ കൂട്ടങ്ങ്, അവരുടെ ആ ഉത്സാഹവും ഒക്കെ കണ്ടുകൊണ്ട്. അപ്പോൾ അതുപോലെയാണ് ഇവിടെ യുവജനങ്ങൾ, നമ്മുടെ യുവജനങ്ങൾ ഇങ്ങനെ കിടന്ന അച്ഛന്മാരെ ഇളക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങോട്ട് ചെന്ന് പറയും. അപ്പോൾ അച്ഛന്മാരങ്ങ് കൊടുക്കുക, അങ്ങ് ചെയ്യുക. അവരുടെ പ്രീതിക്ക് വേണ്ടിയാണോ ബഹുമാനപ്പെട്ട വൈദികരെ? അതിനു വേണ്ടിയാണോ? ആരെ കയ്യിലെടുക്കാണ്ട് ഇങ്ങനെ തീർന്ന് ഞാൻ പല ആവർത്തി ഞാനിതെൻ്റെ വീഡിയോകളിൽ പറഞ്ഞിരിക്കുക. ആരെയും കയ്യിലെടുത്ത് ഇങ്ങനൊന്നും ചെയ്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വല്ല ഉത്സവങ്ങളും ആരാധനകളും ഒക്കെ, വിഗ്രഹങ്ങളുടെ ആരാധനകളും ഒക്കെ നമുക്ക് ചെയ്ത് നമുക്ക് ആരെയും കയ്യിലെടുക്കാൻ പറ്റത്തില്ല. അവരുടെ പ്രീതി എടുത്ത് ദൈവത്തിന് അവർക്ക് വേണ്ടി ഇവിടെ ചെയ്തിട്ട് ഓരോന്ന് ചെയ്തിട്ട് അവർക്ക് അനുവാദം കൊടുത്തിട്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന് വിചാരിക്കുക. നമുക്ക് ദൈവത്തെയാണ് പ്രീതിപ്പെടുത്തേണ്ടുന്നത്, മനുഷ്യരെ അല്ലെന്ന് ഓർമ്മിച്ചു. മനുഷ്യരെ അതിൻ്റെ കൂട്ടത്തിൽ പ്രീതിപ്പെടുത്താൻ പറ്റും, ബൈബിളിൻ്റെ ഞാൻ പറഞ്ഞ പോലെ യുക്തിക്ക് നിരക്കുന്ന വിധത്തിൽ. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അപ്പം പുറപ്പാട് 23 പറയുന്നുണ്ട്, അന്യദേവന്മാരുടെ നാമം 13 നീ സ്മരിക്കുക പോലും. പുറപ്പാട് 23:13 സ്മരിക്കുക പോലും ചെയ്യരുത്. പിന്നെ എങ്ങനെ? ഇതൊക്കെ മനസ്സിലുണ്ടല്ലോ. അന്യദേവന്മാരുടെ നാമം, അവരുടെ കാര്യങ്ങൾ ഒന്ന് സ്മരിക്കുക പോലും വരുത്. അത് നമ്മൾ അവരെ വിരോധിക്കുന്നതല്ല. അപ്പോൾ ഇനി സംഖ്യ 26:5 ഒരു അധ്യായം, ഒരു ചെറിയ അധ്യായമുണ്ട്, പെയോറിലെ സംഭവങ്ങൾ, ബാൽപെയോറിലെ. അത് എന്താണ്? പെട്ടെന്നുണ്ടായ ഒരു കാര്യമല്ല. ഇതുപോലുള്ളവരൊക്കെ ഓരോന്ന് നമ്മുടെ നായകർ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഓരോ തീരുമാനങ്ങൾ ഓരോന്ന് കൊടുത്തു. അത് നിങ്ങൾ ചെയ്തോ, ചെറുതായിട്ടൊന്ന് ചെയ്തു, അങ്ങോട്ടൊന്ന് പോകും. അവരെ ഒരു കാളയെ എടുത്തുകൊണ്ട് വരുമ്പോൾ ഒന്ന് സഹായിച്ചോ, ഒന്ന് പിടിച്ചോണ്ട് പോയിക്കോ, കുഴപ്പമില്ല. പിന്നെ അവരുടെ പറയാം, അങ്ങ് വരെ കൊണ്ടു, നിങ്ങളെന്തിനാ വഴിയിൽ വെച്ചിട്ട് കളഞ്ഞേ? അടുത്ത അമ്പലത്തിൻ്റെ അവിടെ മുറ്റത്ത് കൊണ്ടുപോകും. അതിൻ്റെ അടുത്ത വർഷം പറയും, അമ്പലത്തിൽ വരെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ, അവിടെ ചെന്നിട്ട് ഒന്ന് കണ്ടിട്ട് വന്നവിടെ. അമ്പലത്തിൽ കയറിയാൽ പിന്നെ ബാക്കി നമ്മുടെ ദൈവത്തെ കൊണ്ട് വിചാരിച്ചാൽ അത് തെറ്റൊന്നുമില്ല, ചോദിക്കുന്നവരോട് പറയാൻ തെറ്റില്ല. ആ രീതിയാണ്, ആ റോളാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അഹ്റോൻ്റെ റോളാണ് ഇവിടെ ഈ വൈദികർ ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട വൈദികരെ, നിങ്ങളെ അടുത്ത റെവറൻസ് ബഹുമാനത്തോടു കൂടി തന്നെ ഞാൻ പറയുന്നു, അത്യധികം ബഹുമാനത്തോടു കൂടി നമ്മൾ പിശാചിൻ്റെ വലയിൽ വീണു പോകരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ വീണു പോകുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. 1 യോഹന്നാൻ 5:18 പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല, അവർക്ക് പാപം ചെയ്യാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാണ്? ദൈവപുത്രൻ അവരെ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് പിശാച് അവരെ തൊടുകയില്ല, അവരടുത്ത് പോലും ചെല്ലുകയില്ല. പിന്നെന്താണ് ഇത് സംഭവിച്ചത് നിങ്ങൾക്ക് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി നാളെ തന്നെ എന്ത് പറഞ്ഞാലും ശരിയാണ്, എനിക്കൊരു കുഴപ്പവുമില്ല. അപ്പോഴേ ഈ പെയോറിൽ ഇത് 1 വർഷം കൊണ്ടോ പെട്ടെന്ന് പൊടുന്നനെ സംഭവിച്ചതല്ല, കുറച്ച് വർഷങ്ങൾ കൊണ്ട്, ഏതാനും വർഷങ്ങൾ കൊണ്ടാണ് ഇത് നടന്നത്. കാരണം ബാലാം എന്ന പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി അയാൾ ഒരുപാട് തോറ്റുപോയി. ദൈവജനത്തെ ഒന്നും ഉപദ്രവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഇനി ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളെ പെണ്ണുങ്ങളെയൊക്കെ അങ്ങോട്ട് വിടുക, യുവതികളെയും സ്ത്രീകളെയൊക്കെ അങ്ങോട്ട് വിടുക. അവർ അങ്ങനെ കണ്ടും കേട്ടുമൊക്കെ വർത്തമാനം പറഞ്ഞ് അടിക്കുടഞ്ഞൊക്കെ നിൽക്കുമ്പോൾ അവർക്കൊരു പുരുഷന്മാർക്കൊക്കെ ഒരു പിരി ഇളകും. അപ്പോഴങ്ങനെയൊക്കെ അവരുമായിട്ട് ബന്ധത്തിലാകും. അപ്പോഴങ്ങനെ വരുമ്പോൾ അവർ പറയുന്നതൊക്കെ അവർ കേൾക്കും. ആ സ്ത്രീകളൊക്കെ പറഞ്ഞ് അവർ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അവർ ഈ ദേവന്മാരും ദേവതകളെയൊക്കെ ആരാധിക്കുന്നവരാണ്. അതുപോലെ അവർ അങ്ങനെ വരും. അങ്ങനെ ദൈവവും അവരുമായിട്ടുള്ള ബന്ധം വേർപെടുത്താനായിട്ട് ബാലാം പറഞ്ഞു കൊടുത്ത വിദ്യയാണിത്. അതാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത്. ബാലാം പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ദൈവം അവരിൽ നിന്ന് വേർപെടും, അവരും ദൈവത്തിൽ നിന്ന് വേർപെടും, ഇവരെ പെട്ടെന്ന് കീഴ്പ്പെടുത്താം. ഇപ്പോൾ ഇന്ന് നമുക്ക് വരുന്നത് സാത്താന് അവരെ ഇങ്ങനെ സ്വാധീനിച്ചിരിക്കുകയാണ്.
അല്ലെങ്കിൽ ഇങ്ങനെ വരികയില്ല. സാത്താൻ ഞാൻ നേരത്തെ ഇപ്പം പറഞ്ഞ 1 യോഹന്നാൻ 5 വാക്യങ്ങൾ ഞാൻ പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് അപ്പം അതിൽ ഈ സാത്താൻ അവരെ തൊടുകയില്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ ദൈവത്തിന് അവരെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അവിടെ നമ്മളെല്ലാവരും ജനിച്ചതാണ്, ദൈവത്തിൽ നിന്നാണ് ജനിച്ചത്. ദൈവപുത്രൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ വൈദികരുടെ എല്ലാവരുടെയും കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ധാരണ. എൻ്റെയും ധാരണ അതാണ്. അങ്ങനെ ആയിരിക്കണം വിശ്വാസം, പൂർണ്ണമായിട്ടും അത് തന്നെയാണ്. ഒരു കത്തോലിക്ക സഭയിൽ ഇപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ഞാൻ പറഞ്ഞ നമ്മുടെ കത്തോലിക്ക സഭയിലാണ് നടക്കുന്നത്. മറ്റുള്ളവരിലൊക്കെ എനിക്ക് കാണത്തില്ല. ഇനി ഞാൻ 1-2 മറ്റ് സഭകളിൽ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളിങ്ങനെ ഓണമൊക്കെ ആഘോഷിക്കുന്നു. അപ്പം പറഞ്ഞു ഞാൻ 2-3 വർഷം കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങളെ ചെറുപ്പക്കാർ. അപ്പം ഇവരൊക്കെ വന്ന് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കുകയാണ്, ഇങ്ങനെ ആഘോഷിക്കണം. കാരണം ചോദിച്ചാൽ അയാളെ കത്തോലിക്കരെ ആഘോഷിക്കുന്നു, മലങ്കരക്കാർ കത്തോലിക്കരെ ആഘോഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഉതപ്പുണ്ടാക്കി കൊടുക്കുകയാണ് അവർക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട്, ദുഷ്പ്രേരണ കൊടുക്കുകയാണ്. എന്തിനാ ഇതിനൊക്കെ പോകുന്നത്? അപ്പം നമ്മളുടെ പേര് ഇങ്ങനെയാണ്, നമ്മളിങ്ങനെ ഉതപ്പുണ്ടാക്കി കൊടുക്കും. നമ്മുടെ മലബാറിയത്തിലും ഒക്കെ ഇങ്ങനെ ധാരാളമായിട്ട് ഇങ്ങനെ നടക്കുന്നു. പക്ഷേ ഞാൻ ഇന്ന് കാര്യം പറയാം, ഒരു 6-7 വർഷങ്ങൾക്ക് മുൻപ് ഇത് കേട്ട് കഴിവി പോലുമില്ല. ഇങ്ങനെയൊക്കെ പള്ളികളിൽ ആഘോഷിക്കുന്നു. അതുപോലെ പള്ളിക്കകത്ത് തന്നെ ഇതെന്താ ഈ മോണ്ടളമെന്ന് പറയുമ്പോൾ പള്ളിക്കകം തന്നെയാണ്, ആലവാതിലെ തൊട്ട് മുൻപിൽ പള്ളിയാണ്, പള്ളി കെട്ടിടം തന്നെയാണ്, മുറ്റമല്ലല്ലോ. ഇനിയും ഈ പള്ളിയും പള്ളി കെട്ടിടവും മാത്രമല്ല, പള്ളിയുടെ കോമ്പൗണ്ട് മുഴുവനും തന്നെ ദൈവത്തിന് പ്രതിഷ്ഠിതമാണെന്നുള്ള കാര്യം അറിയാൻ വയ്യാത്തവരാണോ നമ്മുടെ വൈദികരും നമ്മുടെ സുവിശേഷകരും നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകരും ഒക്കെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ഒക്കെ? ദൈവാലയം പ്രതിഷ്ഠിച്ചതുപോലെയാണ് ആ വസ്തുക്കളും ആ ഭൂമിയും. അവിടെ കയറി അതിക്രമങ്ങളൊന്നും കാണിക്കരുത്, കാണിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് പ്രതിഷ്ഠിച്ചെടുത്ത് എന്തിനാ മറ്റുള്ളതിനെ കൊണ്ടുവന്നിരിക്കുന്നത് ബലിയാലിനെ? അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, നിങ്ങളിത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വളരെ ദോഷങ്ങളുണ്ട്. പിൽക്കാലത്താണ്, ക്രമേണയാണ് ഇതിൻ്റെ ദോഷം വരാൻ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ അടുത്ത വർഷം 1 വർഷം കൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ ആവും. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ നമുക്ക് ചെയ്യാം, വേറെ പലതും ചെയ്യാം. അവസാനമാകുമ്പോൾ അവരോ പലതും ഇവിടെ വിളിച്ച് കയറ്റേണ്ടി വരും. അങ്ങനെയുള്ള അതൊന്നും ഇല്ല, അങ്ങനെയൊന്നും പറയണ്ടെന്നൊക്കെ പറഞ്ഞാൽ പറ്റത്തില്ല. അങ്ങനെയാണ് നമ്മുടെ ഈ ചരിത്രം വരുന്നത്. എന്തിനാണ് ഈ വേദപുസ്തകത്തിൽ ഇതൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? പിൻതലമുറക്കാർ, നമ്മൾ എല്ലാവരും പിൻതലമുറകളെല്ലാം ഇത് വായിച്ച് അറിഞ്ഞ് ഗ്രഹിച്ച് അതനുസരിച്ച് ജീവിക്കണം. നമുക്കൊരു മാർഗദർശകമായിട്ടാണ് ഇതൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നേരം പോക്കിനല്ല. വെറുതെ വായിച്ച് ശ്വാസം വിടാതെ വായിച്ചങ്ങ് വിട്ടിട്ടങ്ങ് പോകാനുള്ളതല്ല. ഞാൻ പറഞ്ഞ ഒരു 10 മിനിറ്റ് നമ്മൾ ഓരോ ഭാഗവും വായിച്ചിട്ട് അത് ഒന്ന് വിചിന്തനം ചെയ്യണം. ലക്ഷ്യ ദിവിന എന്നൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഇത് തന്നെയാണ്. അതൊന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മൾ ഇതൊക്കെ തെറ്റാണെന്ന് അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത്? അത് സമ്മതിക്കത്തില്ല, അതെനിക്കറിയാം. ഞാൻ ഒരു അൽമായൻ, ഒരു ലേമാൻ പറയുന്നത് എങ്ങനെ അംഗീകരിക്കുന്നതെന്ന് വരും. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ കുടുംബത്തിലെ കാര്യം തന്നെ. ഏത് പിതാവാണ് മക്കൾക്ക് മുട്ടായി വാങ്ങിക്കാൻ പോയിട്ട് അല്ലെങ്കിൽ ഐസ്ക്രീം വാങ്ങിക്കാൻ പോയിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ അപ്പോൾ കടക്കാരൻ പറയുന്നു നല്ല ടേസ്റ്റാണ് ഈ മുട്ടായി ആണെങ്കിൽ അതിൻ്റെ 3/4 ഭാഗവും നല്ല കോട്ടിങ്ങാണ്, ചോക്ലേറ്റും നെയ്യും എല്ലാം കൊണ്ട് മധുരവും എല്ലാ ശർക്കരയും എല്ലാം കൊണ്ടുവന്ന് കോട്ടിങ് കൊടുത്തിരിക്കുകയാണ്. ഐസ്ക്രീമും അതുപോലെ നല്ലതാണ്. പക്ഷേ അവസാനം വരുമ്പോഴും ഒരു കാര്യം തുപ്പിക്കളയണം. അതിന് മുമ്പേ പകുതിയൊക്കെ കഴിയുമ്പോൾ തുപ്പിക്കളഞ്ഞേക്കണം. ഈ ഐസ്ക്രീമും അതുപോലെ തന്നെ ഒരു 3/4 ഭാഗമേ കഴിക്കുക, അടിയിലുള്ള ഭാഗം കഴിക്കുക, ചത്തുപോവും, വിഷമാണ്. അതറിഞ്ഞും കൊണ്ട് ഏത് പിതാവ് അത് വാങ്ങിച്ചു കൊടുക്കുന്നത് സ്വന്തം മക്കൾക്ക്? അപ്പം നമ്മുടെ പിതാക്കന്മാരാണ് ഈ വൈദികർ, ബഹുമാനപ്പെട്ട വൈദികർ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മളെ മക്കളെ നോക്കുന്നതിന് ദൈവം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ മിഠായി വാങ്ങിച്ച് കൊടുക്കാമോ? ആ ഐസ്ക്രീം വാങ്ങിച്ച് കൊടുക്കാമോ? തെറ്റല്ലേ? അറിഞ്ഞും കൊണ്ട് ചെയ്യുന്ന സില്ലി മാറ്റർ എന്നും പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത്.
അപ്പോൾ ഇതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള പിതാക്കന്മാരുടെ റോളല്ലേ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന് എന്ത് ന്യായീകരണമുണ്ട് ആണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ന്യായീകരണവും ഇല്ല നിങ്ങൾ ചെയ്യുന്നതിന്. ഇനി അടുത്ത ഒരു ന്യായീകരണമുണ്ട്, വിവിധ മതസ്ഥരുമായിട്ട് ഇടകലർന്നല്ലേ നമ്മൾ വസിക്കുന്നത്. അച്ഛൻ പറഞ്ഞതാണ്, പല വൈദികരും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ആഘോഷിക്കാം, ഇതൊക്കെ അവരുടെ പ്രീതിയൊക്കെ നമുക്ക് വേണം, അവരുടെ സ്നേഹവും സഹകരണവും ഒക്കെ വേണം. അവരുടെ സ്നേഹവും സഹകരണവും ഇങ്ങനെ എന്നാൽ അവരുടെ അമ്പലത്തിലോട്ട് ചെന്ന് അവിടെ ചെന്ന് നിന്ന് ആരാധനയൊക്കെ നടത്തി അവരുടെ കൂടെ ഇന്ന് തൊഴുതും നേർച്ചയിട്ടും കാര്യങ്ങളൊക്കെ നടത്തിയൊക്കെ അവിടെ നിന്ന് ഇരിക്കുമ്പോൾ അവരുടെ സ്നേഹമൊക്കെ നമുക്ക് കൂടുതലായിട്ട് കിട്ടും. എന്താ അച്ഛന്മാർക്ക് പോയിക്കൂടെ? എല്ലാവർക്കും പോകണം, ആരും ഒന്നും പറയത്തില്ല. കുപ്പായം കാണുമ്പോൾ ചിലപ്പോൾ അവർ വിചാരിക്കും അധിക്ഷേപിക്കാമെന്ന്. ഇത് വേണ്ട, കുപ്പായം വേണ്ട, ലാഭം, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ലീവാകാം. അപ്പം അതുകൊണ്ട് മനുഷ്യരുടെ പ്രീതിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രീതി നമ്മൾ കണക്കാക്കുന്നത്, ദൈവത്തിൻ്റെ പ്രീതിയാണ് നമ്മൾ നോക്കേണ്ടുന്നത്. നമുക്ക് ഈ അതേ സാഹചര്യത്തിലാണ് നമ്മൾ കാണുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ പലരും ജീവിച്ചിരുന്നത്. ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് കാണാം നമുക്ക്. അവരൊക്കെ എല്ലാ മനുഷ്യരുമായിട്ട്, എല്ലാ മതസ്ഥരുമായിട്ട്, വിഗ്രഹാരാധകരും അല്ലാത്തവരും എല്ലാവരുമായിട്ടൊക്കെ തന്നെ ഇടകലർന്നാണ് ജീവിച്ചത്. എന്നിട്ട് അവരെയാരും ഇതൊന്നും സ്വാധീനിച്ചിട്ടില്ലല്ലോ. ഞാൻ എൻ്റെ വീഡിയോകളിലൊക്കെ പറയുമ്പോൾ, ആ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ടല്ലോ. ഒന്ന്, ഉൽപ്പത്തിയിൽ ആദ്യം തന്നെ കാണുന്ന നോഹയാണ്. അങ്ങനെയുള്ള ഒരാൾ നോഹയെ കാണുന്നു. അന്ന് അറിയപ്പെടുന്ന ലോകം, മനുഷ്യവാസമുള്ള ലോകം മുഴുവൻ, ഭൂമി മുഴുവൻ അനാചാരങ്ങൾ കൊണ്ട്, ഇതുപോലുള്ള അനാചാരങ്ങൾ കൊണ്ട് നിറഞ്ഞു. അപ്പോഴാണ് ദൈവം അതിനെ ജലപ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുന്നത്. പക്ഷേ എന്താണ് ദൈവം പറയുന്നു? നോഹ എന്ന ഒരു മനുഷ്യനെ, നീതിമാനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, അവനിലൂടെ ഭൂമിയെ രക്ഷിക്കണം, പിന്നീട് തൻ്റെ സൃഷ്ടിയെ നിലനിർത്തണം എന്ന്. അപ്പോൾ നോഹയെ അത് ബാധിച്ചോ? ഇല്ല. പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ കാണാം അബ്രാഹാം ഫിലിസ്തീനരുടെ ദേശത്ത്, ഹിത്യരുടെ ദേശത്തൊക്കെ കുറേ വർഷങ്ങളൊക്കെ ജീവിച്ചു. എന്നിട്ട് അവരെ ആരും ഇതൊന്നും ബാധിച്ചില്ലല്ലോ. അബ്രാഹാമിനെയൊന്നും അത്രയും വർഷക്കാലം ജീവിച്ചിട്ട് അവരൊക്കെ ഇങ്ങോട്ട് വന്ന് അബ്രാഹത്തിനോട് പറയാൻ, നിൻ്റെ കൂടെ ദൈവമുണ്ട്, നീ ദൈവത്തിൽ നിന്നുള്ളവനാണ്, ദൈവം നിനക്കെപ്പോഴും നിൻ്റെ കൂടെ കാവലുണ്ട് എന്ന് നിൻ്റെ പ്രവൃത്തി കണ്ടിട്ട്, നിൻ്റെ വർത്തമാനവും കേട്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നീയും ഞങ്ങളുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കിയാൽ ആ ദൈവം, നിൻ്റെ ദൈവം ഞങ്ങളോടും പ്രീതിയുള്ളവനായിരിക്കും. നോക്കണേ കാര്യങ്ങൾ. അവിടെ ചെന്ന് ആരെയും കോംപ്രമൈസ് പോയിട്ടില്ല ഈ വിശ്വാസവുമായിട്ട്. അപ്പോൾ അതുപോലെയാണ് ഇസഹാക്കും ഹിത്യരുടെ ഇടയിലൊക്കെ ജീവിച്ചു. യാക്കോബും അങ്ങനെ തന്നെ, യോസഫും ഒക്കെ അങ്ങനെ അവിടെ പോയി ജീവിച്ചില്ലേ ഫറവയുടെയൊക്കെ ഇടയ്ക്ക്, ഈ ഇതിനെയൊക്കെ ആഘോഷിക്കുന്നവരുടെ ഇടയ്ക്ക്. എന്നിട്ട് അവരൊക്കെ ഈ യോസഫ് അവിടുത്തെ ഭരണാധികാരിയായിട്ട് തന്നെ വല്ലതും ആവും. യോസഫിനെ സ്വാധീനിച്ചോ? ഇല്ല. അവരെ ആരും നിന്ദിക്കുകയും അവമാനിക്കുകയും ഒന്നും ചെയ്തില്ല, അവരുടെ മതത്തിൻ്റെ ആചാരങ്ങളെയൊന്നും. നമ്മളും അങ്ങനെ ചെയ്യരുതെന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ നമ്മൾ ചെയ്യണമെന്നാണ്. അവരെ ആദരിക്കണം, അവരെ മാനിക്കണം, അവരുടെ വിശ്വാസത്തെയും മാനിക്കണം. പക്ഷേ അതുമായിട്ട് പോയി ഇനി കക്ഷത്തിലെടുത്ത് വെച്ചുകൊണ്ട് ഇനി വന്ന് നമുക്കതും കൊണ്ട് തോളയിട്ട് സന്തോഷിച്ചുകൊണ്ട് നടക്കാനല്ല. അതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ദാവീദും അവിടെ ഫിലിസ്തീനയിലേക്ക് പോയി കുറേ നാൾ ജീവിച്ചില്ലേ? എന്നിട്ട് ദാവീദിന് വല്ല കുഴപ്പവും പറ്റിയത്? ദാവീദ് ഇതിലൊന്നും വീണില്ല. നമ്മളാണ് വീഴുന്നത്. കാരണം സാത്താൻ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്, അലറി വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. കാലം ഏതാണ്ട് കഴിയാറായി പ്രിയപ്പെട്ടവരെ. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ചിലപ്പോൾ 100-150 വർഷങ്ങളൊക്കെ കണ്ടേക്കും. അതുകൊണ്ട് സാത്താൻ ഇപ്പം ലക്ഷ്യം വെച്ചിരിക്കുന്നത് വിശ്വാസികളെ തന്നെ നോക്കിയാൽ ദൈവത്തിൽ നിന്ന് ജനതകളെ, വിശ്വാസികളെ വേർപെടുത്താൻ പറ്റുകയില്ല. പിന്നെ അവരെ നോക്കുന്ന അവരുടെ മേലാളന്മാരായ വൈദികരിലും സന്യസ്തരിലുമാണ് നോട്ടമിട്ടിരിക്കുന്നത്. കാരണം അവരിലൂടെ ഇത് സാധിക്കും. ബാലാമിൻ്റെ പ്രയോഗം, ബാലാക്ക് അവിടെ പറഞ്ഞു കൊടുത്തതുപോലെ, ബാലാമിൻ്റെ ആ പ്രബോധനം,
അപ്പോൾ അത് തന്നെയാണ് സാത്താൻ ഇവിടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. നമ്മുടെ വൈദികരെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ, സന്യസ്തരെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ, സമർപ്പിതരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സന്യാസിനികളെയല്ല. അവർ സന്യസ്തരെന്ന് പറയുമ്പോൾ അവരെല്ലാവരും വരും, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വരും, സന്യാസികളും സന്യാസിനികളും. സമർപ്പിതരെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് സുവിശേഷകരും ദൈവവേലയ്ക്ക് വേണ്ടി ഇങ്ങനെ തങ്ങളുടെ അധ്വാനവും ജീവിതവും എല്ലാം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നവരും, ഞാനും ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ സ്വാധീനിച്ച് കഴിഞ്ഞാൽ, അവരിലൂടെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരൊക്കെ ചെയ്യുന്നല്ലോ എന്ന് കണ്ടാൽ മറ്റുള്ളവരും അങ്ങനെ കയറി വരും. അപ്പോൾ പെട്ടെന്ന് ഇവരെ ദൈവത്തിൽ നിന്ന് മാറ്റാം. വലിയൊരു തന്ത്രമാണ് സാത്താൻ്റെ. അതാണ് ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത്, അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അപ്പം രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ മാർഗരേഖ ഇതാണ്. അവരെയൊക്കെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം, നിന്ദിക്കരുത്, അവമാനിക്കരുത്, അവരെ തള്ളിക്കളയരുത്. അവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, അവരോട് അത് ഇടകലർന്ന് ജീവിക്കാം. നമുക്ക് പക്ഷേ ഇടകലർന്നാണ് നമ്മൾ ജീവിക്കുന്നത്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ അവരുടെ കാര്യങ്ങളൊന്നും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. എന്തുവാ ആരാധന, അവരുടെ ആരാധനയെ നമ്മൾ സ്വീകരിക്കണേ. അവരിങ്ങോട്ട് വരും, യെരുശലേം ദേവാലയത്തിലും എല്ലാം മറ്റ് പഴയ നിയമകാല പ്രവാചകന്മാരുടെ കാലങ്ങളൊക്കെ അവരുടെ വലിയ ഏലിയായും എലീഷ ഇതൊക്കെ ചെയ്ത് അവരൊക്കെ ബലിയൊക്കെ അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തുവാണ് ഇങ്ങോട്ട് ദാനിയേലിനുമൊക്കെ അവരൊക്കെ ഇങ്ങോട്ട് വരുമായിരുന്നു, എല്ലാം കണ്ട് കേട്ടിട്ട്. അവരുടെ ബലിയർപ്പണമൊക്കെ പരാജയപ്പെട്ടപ്പോൾ ഇങ്ങോട്ട്, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, അതൊക്കെ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ കൂടുതൽ പാഠങ്ങൾ എടുക്കുമ്പോൾ ഒക്കെ പറയാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ കുട്ടികൾ യുവജനങ്ങളുമൊക്കെ ദൈവത്തിൽ നിന്ന് അകലാനുള്ള വഴിയാണ്, ഒരു ഉപായമാണ് ഇവിടെ സാത്താൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ വൈദികർ ഇതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇനി നമ്മൾ ഒന്നുകൂടെ ഏറ്റവും നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. മറ്റ് മതസ്ഥരാരെങ്കിലും ക്രിസ്ത്യൻ മതത്തിൻ്റെ ഒരു കാര്യങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. അവരുടെ ആരാധനാലയത്തിൽ, ഒരു ക്ഷേത്രത്തിൽ, ഒരു അമ്പലത്തിൽ ഒരു ഈസ്റ്റർ ആഘോഷിക്കുക, അവിടെ ദൈവത്തിൻ്റെ സ്തുതി കീർത്തനങ്ങൾ ആലപിക്കുക, നമ്മുടെ ദൈവത്തിൻ്റെ നടക്കുന്നുണ്ടോ? ഇല്ല. അതന്നെ അവർക്കത് നിഷിദ്ധമാണ്, അത് പാടില്ല. അവരുടെ ചുറ്റുപാടുള്ള പ്രദേശത്ത് പോലും, ചുറ്റുപാടിൽ പോലും പാടില്ല. അവരുടെ അധികാരത്തിന് കീഴിലുള്ളത് പാടില്ല. അവരുടെ പൂജകൾക്കോ വിരുദ്ധമായിട്ട് അതിനെ അടുത്ത പ്രദേശങ്ങളിലും പാടില്ല. അത് ചെയ്യാൻ പാടില്ല. നമ്മളെ വിലക്കിയിട്ടുണ്ട്, അത് നമ്മളങ്ങനെയും ചെയ്യാൻ പാടില്ല. എന്നാൽ മുൻപ് ഈ ഇടയ്ക്ക് കുറച്ചൊരു വാർത്ത കണ്ടായിരുന്നു. പെന്തിക്കോസ് വിഭാഗത്തിൽപ്പെട്ട ആരായിരുന്നു, സ്വതന്ത്രരോ അല്ലാത്തവരോ, ആ അമ്പലത്തിൻ്റെ ഏകദേശം അടുത്തൊക്കെ അവർ നിന്നും അവർ സുവിശേഷം പ്രസംഗിച്ചു. അവർ വന്ന് പൊതിരെ തല്ലി ചതച്ച് വണ്ടിയും മൈക്കും കോളമ്പി എല്ലാം എടുത്ത് നശിപ്പിച്ച് അവരെ എടുത്ത് ദൂരെ കളഞ്ഞു. എന്തിനാണ് ചെയ്യുന്നത്? ഈ പെന്തിക്കോസ് ചില വിഭാഗങ്ങൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ, എല്ലാവരും അല്ല ഞാൻ പറഞ്ഞ. ചില സഹോദരങ്ങൾ വടക്കേ ഇന്ത്യയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും അല്ലെ നമ്മുടെ കേരളം കഴിഞ്ഞ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ കുറച്ച് എടുത്തിയാടി ഓരോന്ന് ചെയ്യുന്നുണ്ട്. എന്തിനാണ് അന്യമതസ്ഥരുമായിട്ട് സ്പർദ്ധയുണ്ടാക്കുന്നത്? നമ്മൾ ദൈവത്തെ പ്രചരിപ്പിക്കുന്നത്, ദൈവത്തിനെ പറ്റിയുള്ളൊരു ബോധം അവർക്ക് കൊടുക്കുന്നുവെങ്കിൽ അനുവദനീയമായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ചെയ്യാം. ചില അല്പം മാറിയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അവർക്ക് ആർക്കും കുഴപ്പമില്ല, കേൾക്കേണ്ടുന്നവരൊക്കെ കേൾക്കട്ടെ. അപ്പോൾ അത് അവരാരും ചെയ്യുന്നില്ല. ഒരു മോസ്കിൽ ഇതൊക്കെ നടത്തുന്നു ഇല്ല. പിന്നെ എങ്ങനെയാണ്, പിന്നെ എന്തിനാണ് കത്തോലിക്കർ മാത്രം ഇവിടെയൊക്കെ പള്ളിക്കകത്ത് ഇതൊക്കെ നടത്തുന്നത്? മലങ്കര കത്തോലിക്കർ, ഞാൻ എപ്പോഴും അഭിമാനത്തോടെ പറയുന്നുണ്ട്, ഞാൻ മലങ്കര കത്തോലിക്കനാണ്. ഒരു ക്രിസ്തീയതയുടെ പൂർണ്ണത അനുഭവിക്കണമെങ്കിൽ അവൻ കത്തോലിക്കനായിരിക്കണം. കത്തോലിക്ക സഭയിലാണ് ആ പൂർണ്ണതയുള്ളത്. അത് ഞാൻ 1000 വട്ടം പറയാം. അതിനോട് തർക്കിക്കാനുള്ള മറ്റ് പാസ്റ്റർമാർ ആര് വന്നാലും ശരി തന്നെ, മറ്റ് വിഭാഗങ്ങളിലുള്ളവർ വൈദികരായാലും ആര് വന്നാലും സുവിശേഷകർ വന്നാലും ഞാനത് പറഞ്ഞു കൊടുക്കാം. അതിൻ്റെ പൂർണ്ണത കത്തോലിക്ക സഭയിലാണ്. എന്നിട്ട് നമ്മൾ ഈ ദുർനടപ്പുകളൊക്കെ കാണിക്കുന്നത്, ഇതൊക്കെ ഒരു വിരോധാഭാസമാണല്ലോ ഇത്. മറ്റുള്ള അവരാരും ചെയ്യുന്നില്ല ഇത്, എന്നിട്ട് നമ്മൾ അങ്ങോട്ട് വിളിച്ച് കയറ്റി നമ്മൾ ചെയ്യുക. ലജ്ജിക്കണം. ഇതൊക്കെ ലജ്ജിക്കാൻ അറിയാൻ വയ്യെങ്കിൽ പറഞ്ഞു തരാം എങ്ങനെയാണ് ലജ്ജിക്കേണ്ടതെന്ന്. എൻ്റെ ഫോൺ നമ്പരൊക്കെ ഉണ്ട്, വിളിച്ചാൽ ഞാൻ സംസാരിക്കാൻ, സംശയങ്ങൾ തീർക്കാൻ. എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ദിവസവും. ഞാൻ അവരുമായിട്ടൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ വിളിച്ചാൽ 1 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട് സംശയങ്ങൾ ചോദിച്ച് ഒക്കെ ഇരിക്കുന്നതിന്. എന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞു തരും. ഫോൺ നമ്പറിൽ വിളിക്കണം, അല്ലെങ്കിൽ വീഡിയോ കോളിലൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തില്ല, കാരണം അതിനകത്ത് വേറെ പല ദോഷങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിളിച്ചാൽ ഞാൻ അതിൻ്റെ മറുപടി തരാം, ആര് വിളിച്ചാലും ശരി തന്നെ.
അപ്പം എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 6-7 വർഷങ്ങൾക്ക് മുൻപ് ഇതൊന്നുമില്ലായിരുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ ഈ എന്തുവാ പിരിയിളക്കം തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛന്മാരും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ മെത്രാന്മാർ, ആഭിവന്തിയരായ മെത്രാന്മാർക്ക് ഇപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല. ആരെയാ പിണക്കേണ്ടുന്നത്? എല്ലാവരും ഒരു സ്വഭാവക്കാരല്ല. ആ ആത്മീയ തലത്തിലുള്ള ഉന്നതരുമൊക്കെ പലരും പല വിധത്തിലായിരിക്കും. ആരെയാ പിണക്കേണ്ടതെന്ന് വിചാരിച്ച് അവരും ബന്ധപ്പെടുകയാണ്. നിങ്ങൾ ഇങ്ങനെ അവരെയും കൂടെ ടെൻഷനിലാക്കാതെ ഈ വൈദിക ബഹുമാനപ്പെട്ട അച്ഛന്മാർ, നമ്മുടെ പഴയ അച്ഛന്മാരാരും ഇതൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ചിന്തിക്കുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ മറ്റു മതസ്ഥരാരും അവരുടെ ആരാധനാലയങ്ങളിലൊന്നും ഇങ്ങനെയുള്ള മറ്റ് മതസ്ഥരുടെ കാര്യങ്ങളൊന്നും അവരവിടെ നടത്തത്തില്ല, പ്രവേശിപ്പിക്കത്തില്ല. ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ മാത്രമാണ്. അതൊന്ന് ചിന്തിക്കുക. 2 യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനം, 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വാക്യം നല്ലതുപോലെ ഒന്ന് വിചിന്തനം ചെയ്യുക വായിച്ചിട്ട്. അപ്പോൾ പിശാച് നമ്മളെ കീഴ്പ്പെടുത്താൻ വഴി നോക്കുകയാണ്. ഇനി എന്തുവാ ലോകം? ദൈവത്തിൻ്റെയാണ്. ദൈവരാജ്യം വേണ്ട, പിശാചിൻ്റെ നരക സാമ്രാജ്യം മതി, ദൈവ സാമ്രാജ്യം വേണ്ട. അതിന് ഏറ്റവും എളുപ്പം, ഏറ്റവും ഒന്നിച്ച് ഒരു മൊത്തത്തിൽ ഇല്ലാതാക്കാനാണ് വൈദികരെയും സന്യസ്തരെയും ഒക്കെ സമർപ്പിതരെയും സ്വാധീനിച്ചാൽ മതി എന്ന് അവന് ഏറ്റവും നല്ലപോലെ മനസ്സിലായി. കർത്താവിന് പ്രിയപ്പെട്ടവരെ, എല്ലാവരും സർവ്വമതസ്ഥരും അതൊന്ന് കേട്ട് മനസ്സിലാക്കണം. ഞാൻ അന്യമതസ്ഥർക്കൊന്നും വിരോധമായിട്ടല്ല. നമ്മുടെ വീടുകളിൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ സദ്യകളൊക്കെ നമുക്ക് ഞങ്ങൾ എല്ലാവരും ഒരുക്കും. എല്ലാവരും മറ്റുള്ളവരെ വിളിക്കാം. നിങ്ങൾ വിളിച്ചാൽ അങ്ങോട്ട് വരാം, അങ്ങോട്ട് പോകാം, അങ്ങ് കഴിക്കുകയൊക്കെ ചെയ്യാം. ഇത് സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കഴിക്കുമെന്നുണ്ടെങ്കിൽ കഴിക്കാം, അതിന് കുഴപ്പമില്ല. പൂജിച്ചതൊന്നും ആരും കഴിക്കുക. നിങ്ങളും അങ്ങനെയല്ലേ? അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും സന്തോഷമായിട്ട് സമരസപ്പെട്ട് ജീവിക്കണം. അതാണ് ഞങ്ങളുടെ 2-ാം വത്തിക്കാൻ കൗൺസിൽ മാർഗരേഖ 10-40 വർഷം മുൻപ് ഉണ്ടായത് എന്ന് ഞാൻ അതിന് മുൻപാണ് ഇത് ഉണ്ടായത്. അതിലും പറയുന്ന ഇതാണ്. ഇത് നിഷ്കർഷിക്കുന്നത്. അതിന് പകരം വേറെയൊന്നും വളച്ചൊടിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികർ ജനങ്ങളെ, വിശ്വാസികളെ കുഴപ്പത്തിലോട്ടാക്കരുത്. അതുകൊണ്ട് ഇതുകൊണ്ടൊക്കെ എന്ത് വന്നു? നിങ്ങളിങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ട് ഇപ്പോൾ ചുരുക്കം ചിലയിടത്തൊക്കെ നമ്മൾ മക്കളൊക്കെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ട്, വിലപിക്കുന്നവരുണ്ട്. ചിലർ മരിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു, വിലപിക്കുന്നു. എൻ്റെ മോൻ പോയി, എൻ്റെ മോള് പോയി, ഞങ്ങൾക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നു. അടുത്ത പ്രാവശ്യം ഇതിൻ്റെ ഒരു 10 ഇരട്ടി വരും. അടുത്ത വർഷം വരുമ്പോൾ ഈ വാർത്തകൾ നോക്കിക്കോ. നിങ്ങളൊക്കെ മുഖാന്തരമാണെന്ന് തന്നെ ഞാൻ പറയും. സ്തോത്രം. ഹല്ലേലൂയ.